വാളയാറിലെ ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അവരെ കൊന്നു കെട്ടിത്തൂക്കിയത് സ്വന്തം മാതാപിതാക്കൾ തന്നെയാണോ? അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ കേരളം നിൽക്കുകയാണ്. വാളയാറിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ CBI കേസിൽ പ്രതി ചേർത്തതോടെയാണ് കഥയാകെ മാറുന്നത്. റിപ്പോർട്ടർ TVയിലെ മുൻ ജേർണലിസ്റ്റ് അപർണ സെൻ ഇപ്പോൾ സൈബർ ഇടത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇരയാകുകയാണ്. അവർക്ക് നേരെ കൊലവിളി നടക്കുന്നു. നിങ്ങൾ ഒരു ജേർണലിസ്റ്റ് ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. അത് അപർണ സെൻ പങ്കുവെച്ച ഒരു പോസ്റ്റ് അതിന് ശേഷമാണ്, ആ പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കേരളത്തിൽ വലിയ ഒരു പുകച്ചിൽ വാളയാർ കേസിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവം? വാളയാർ കേസിൽ എന്താണ് ശരിക്കും നടന്നിരിക്കുന്നത്? ചോദ്യം മാത്രമായി അവശേഷിക്കുകയാണിത്. അപർണ സെൻ പങ്കുവച്ച ആ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. കേസിൽ CBI പ്രതി ചേർക്കുന്നതുവരെ നിഷ്കളങ്കരായി നിന്നിരുന്ന വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇപ്പോൾ വില്ലന്മാരായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. വാളയാർ കേസിന്റെ അന്വേഷണം നീതിയുക്തമായി പുരോഗമിക്കുന്നു എന്നതാണ് ഇപ്പോൾ മാതാപിതാക്കളെ പ്രതി ചേർക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാളയാർ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എങ്ങനെ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഞാനും ക്യാമറാമാൻ ആയിരുന്ന ഷമീറും കൂടി അന്ന് പാലക്കാട്ടേക്ക് പുറപ്പെടുന്നത്. ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ ഒരു ഡോക്യുമെന്ററി ആക്കി പുറത്തു കൊണ്ടുവരണം എന്നതായിരുന്നു ഉദ്ദേശം. ആദ്യം ഞങ്ങൾ എത്തിയത് സംഭവം നടന്ന ആ വീട്ടിൽ തന്നെയാണ്. കുട്ടികളുടെ അച്ഛനോടും അമ്മയോടും ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പക്ഷേ ആ നിമിഷം മുതൽ അവർ പറയുന്നതിലെ വൈരുദ്ധ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ കുട്ടി മരിച്ചു നിൽക്കുന്നത് ആദ്യം കണ്ടത് അമ്മയാണെന്ന് അച്ഛനും, അല്ല അത് കണ്ടത് അച്ഛനാണെന്ന് അമ്മയും ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ മുതൽ ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. അവരുടെ ബൈറ്റ് എടുത്ത് പുറത്തിറങ്ങി പരിസരം ഷൂട്ട് ചെയ്യുമ്പോൾ വലിയ ഇഞ്ചപ്പുല്ലുകളുള്ള ഇടത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ആ സമയം ഞങ്ങൾ അവിടെ ഉള്ളത് അറിയാതെ ആ അമ്മ ആരെയോ ഫോൺ വിളിച്ച് ഞങ്ങൾ ചെന്ന കാര്യവും കുറെ ചോദ്യങ്ങൾ ചോദിച്ച കാര്യവും ഒക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. പെട്ടെന്ന് ക്യാമറാമാൻ എന്റെ പേര് വിളിച്ച സമയം അവർ അവിടെ നിന്ന് വേഗം എഴുന്നേറ്റ് കോഴിയെ തിരക്കി വന്നതാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി. പിന്നീട് ഞങ്ങൾ പോയത് അയൽവാസിയായ അബ്ബാസിന്റെ അടുത്തേക്കാണ്. അയാൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞങ്ങൾ ആകെ ഞെട്ടിയത്. ഇളയ കുട്ടി പല ദിവസങ്ങളിലും രാത്രിയിൽ ഈ വീട്ടിൽ അഭയം തേടിയിരുന്നുവെന്നും മിടുക്കിയായ ഒരു മോളായിരുന്നുവെന്നും പറഞ്ഞ് ആ മനുഷ്യൻ വിതുമ്പുകയായിരുന്നു. സ്കൂളിലും ഞങ്ങൾ പോയി. മൂത്ത കുട്ടിക്ക് മാമന്മാർ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടെന്ന് മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് അറിഞ്ഞ ടീച്ചർ അമ്മയെ വിളിച്ചെങ്കിലും അവർ ടീച്ചറെയാണ് കുറ്റപ്പെടുത്തിയത്. ഇങ്ങനെ ആകെ മൊത്തം കഥ തിരിഞ്ഞാണ് വരുന്നത് എന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഈ പറഞ്ഞതിന് ഉപോത്ബലകമായി സൗണ്ട് ബൈറ്റുകൾ ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തിരികെ കൊച്ചിയിലെത്തിയ ഞാൻ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ അല്ല എന്ന് എന്റെ ചീഫ് എഡിറ്ററോട് പറഞ്ഞപ്പോൾ പൊതുബോധത്തിനെതിരായി ഒരു റിപ്പോർട്ട് ഇപ്പോൾ ചെയ്യേണ്ട എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ ബിറ്റുകൾ മൂടിവെക്കപ്പെട്ടു. പകരം വളരെ പോളിഷ് ചെയ്ത ഒരു ഡോക്യുമെന്ററി ഞാൻ പുറത്തിറക്കി. അന്ന് വാളയാറിൽ നിന്ന് പുറപ്പെട്ട ആ ദിവസം മുതൽ എന്റെയും ഷമീറിന്റെയും മനസ്സിലുണ്ടായ വിങ്ങലിനും സത്യം പൂർണ്ണമായും വിളിച്ചു പറയാൻ കഴിയാതിരുന്ന കുറ്റബോധത്തിനും കൂടിയാണ് ഇന്ന് അവസാനമാകുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ ബിറ്റുകൾ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക ആ സമയം അത് വാങ്ങുകയും അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തതായാണ് മനസ്സിലാക്കുന്നത്. ഇതായിരുന്നു അപർണ സെൻ പങ്കുവെച്ച ആ കുറിപ്പ്. അപർണ ഈ പോസ്റ്റ് ഒരു കുമ്പസാരം പോലെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനോട് യോജിക്കാൻ ആരും തയ്യാറാകുന്നില്ല. നിങ്ങൾ എന്ത് ജേർണലിസ്റ്റ് ആണ് എന്നുള്ള ചോദ്യമാണ് അവർക്ക് നേരെ സൈബർ ഇടത്തിൽ നിന്ന് ഉയരുന്നത്. കാരണം അപർണ തന്നെ പറയുന്നു, എന്റെ ചീഫ് എഡിറ്റർ എന്നോട് പറഞ്ഞു പൊതുബോധത്തിനെതിരായി ഒരു റിപ്പോർട്ട് ഇപ്പോൾ ചെയ്യേണ്ട എന്ന്. അതിൽ ന്യായീകരണമില്ല. അതിനെ ന്യായീകരിക്കാനും കഴിയില്ല. കാരണം ഒരു റിപ്പോർട്ടറായ, ഒരു ജേർണലിസ്റ്റായ നിങ്ങളുടെ ചുമതലയായിരുന്നു അതിലെ സത്യാവസ്ഥ, ആ ചെയ്ത റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളത്. ശരിയാണ്, ഒരുപാട് സമ്മർദ്ദങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടാകാം. എങ്കിൽ കൂടിയും ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലെങ്കിലും അതേക്കുറിച്ച് കുറിക്കാമായിരുന്നു അന്ന് തന്നെ. പക്ഷെ അത് ചെയ്യാതെ പിന്നീട് CBI മാതാപിതാക്കളെ കേസിൽ പ്രതി ചേർത്തതിന് ശേഷം എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വരുന്നതിൽ കാര്യമില്ല. കാരണം നെല്ലും പതിരും തിരിയാൻ
ഒരുപക്ഷെ അപർണയ്ക്ക് അന്ന് തോന്നിയ സംശയങ്ങൾ, അല്ലെങ്കിൽ അവർ എടുത്ത ആ ബൈറ്റുകൾ, വീഡിയോകൾ, അതിൽ നിന്നൊക്കെ തന്നെ ഒരു എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടുമായിരുന്നു. കാരണം നീതി നിഷേധിക്കപ്പെട്ടത് ആ കുഞ്ഞുങ്ങൾക്കാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ, സംശയങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് CBI ഈ കേസിലേക്ക് ആ മാതാപിതാക്കളെ പ്രതി ചേർക്കുന്നത് അവരുടെ ബന്ധുക്കളുടെ ചില മൊഴികളിൽ നിന്നുകൂടിയാണ്. അതായത് CBIക്ക് സംശയം തോന്നിയത് കൊണ്ട് തന്നെയാണ് കുട്ടികളുടെ ചെറിയമ്മയുടെയും ചെറിയച്ഛന്റെയും പിതൃ സഹോദരിയുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മാതാപിതാക്കളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. CBI ഓഫീസിലെത്തിയാണ് ഇവർ മൊഴി കൊടുത്തത്. അതിൽ പറയുന്നുണ്ട്, അതായത് ഈ പെൺകുട്ടികളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായിരുന്നു എന്ന് തന്നെയാണ് ആ ബന്ധുക്കളുടെ മൊഴിയിൽ ഉണ്ടായിരുന്നത്. സമാനമായ അഭിപ്രായം പ്രദേശത്തുള്ളവരിൽ നിന്ന് കിട്ടുകയും ചെയ്തിരുന്നു എന്നാണ് CBI വ്യക്തമാക്കുന്നത്. പെൺകുട്ടികളുടെ അമ്മ പ്രതികളെ സഹായിക്കുന്ന നിലപാടെടുത്തുവെന്ന് സൂചിപ്പിച്ച് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. മൂത്ത പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ മൊഴിയിൽ അമ്മ കൂടി അറിഞ്ഞുകൊണ്ട് നടന്ന ബലാത്സംഗത്തെ പറ്റി പറയുന്നതായി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സൂചിപ്പിച്ചിരുന്നു. രണ്ടാനച്ഛൻ ചീത്തയാണെന്ന് കുട്ടി പറഞ്ഞതായും മൊഴിയുണ്ട്. പെൺകുട്ടികളുടെ മാതാവ് ഉൾപ്പെടുന്ന വാളയാർ നീതി സമരസമിതിയിൽ നിന്ന് വേർപിരിഞ്ഞ് നീതി സമരസമിതി എന്ന പേരിൽ സംഘടനയുണ്ടാക്കിയവരും ഈ വാദം ഉയർത്തുന്നുണ്ട്. കുട്ടികളുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കി അധ്യാപകർ വിദ്യാലയത്തിലേക്ക് വിളിച്ചപ്പോൾ മാതാവ് പോയിരുന്നോ, പിന്നീട് കുട്ടികളെ മാതാവ് വീട്ടിൽ സംരക്ഷിച്ചിരുന്നോ എന്നീ സംശയങ്ങളാണ് അവരും ഉന്നയിച്ചത്. CBI ആദ്യം സമർപ്പിച്ച കുറ്റപത്രം പാലക്കാട് പോക്സോ കോടതി തള്ളിയതിനെ തുടർന്ന് നിയോഗിക്കപ്പെട്ട രണ്ടാം അന്വേഷണ സംഘവും കൊലപാതക സാധ്യത തേടിയില്ല എന്ന് വാളയാർ നീതി സമരസമിതിയും ആരോപിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കുട്ടിയുടെ ഉയരവും സെലോഫിൻ പരിശോധന വിവരങ്ങളും, ആദ്യ കുട്ടി കൊല്ലപ്പെട്ടപ്പോൾ രണ്ടാമത്തെ കുട്ടി നൽകിയ മൊഴികളും മറ്റ് സാഹചര്യ തെളിവുകളും പരിഗണിച്ചില്ല. അമ്മയും അച്ഛനും ബലാത്സംഗത്തിന് പ്രേരിപ്പിച്ചെന്നതും ബന്ധുകൂടിയായ പ്രതി പീഡിപ്പിച്ച കാര്യം അമ്മ മറച്ചുവെച്ചു എന്നതും വിചിത്രവാദമാണ്. ഇത് ഹൈക്കോടതിയുടെ നേരത്തെയുള്ള വിധിയെ പരിഹസിക്കുന്നതാണ്. ഇരകൾക്ക് മേൽ പ്രതി നടത്തിയ ലൈംഗികാതിക്രമം സംബന്ധിച്ച വിവരങ്ങൾ രക്ഷിതാക്കൾ വെളിപ്പെടുത്തിയത് 2 മാസത്തിന് ശേഷം മാത്രമാണെന്ന വിചാരണ കോടതി ജഡ്ജിയുടെ നിലപാടിനെ ഹൈക്കോടതി തന്നെ തള്ളിയതുമാണ്. അമ്മയെയും അച്ഛനെയും വിസ്തരിച്ചപ്പോൾ നൽകിയ മൊഴികളിൽ നിന്ന് മനസ്സിലായത് അവർ ഇക്കാര്യം ആരെയും അറിയിക്കാതിരുന്നത് ചെറിയ കുട്ടികളായവർക്കുണ്ടായ അപമാനം ഭയന്നിട്ടായിരുന്നു എന്നാണ് കോടതി പോലും അന്ന് പറഞ്ഞത്. ഇരകളുടെ കുടുംബം വരുന്നത് സാമൂഹികമായും സാമ്പത്തികമായും താഴ്ന്ന പശ്ചാത്തലത്തിൽ നിന്നാണെന്നത് മനസ്സിലുണ്ടാകണം. ലൈംഗികാതിക്രമം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ മറച്ചുവെച്ചു എന്നത് ഹൈക്കോടതി വിധി അനുസരിച്ച് തന്നെ ന്യായീകരിക്കത്തക്കതാണെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു ഈ വാളയാർ കേസ്. അവിടെയാണ് തുടക്കം മുതൽ തന്നെ സംശയം, അതായത് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നവർ CPMകാരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള തരത്തിൽ വാർത്തകളും പല രീതിയിൽ വിമർശനങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഇത് മാത്രമല്ല, ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് നേരെ ഇതിനു മുൻപും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നീക്കം നടത്തുന്ന ഒരാളാണ് ഈ പോലീസുകാരൻ എന്നുള്ള തരത്തിൽ അതിനുശേഷം എത്രയോ ആരോപണങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വന്നതാണ്. മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥൻ FIRൽ എഴുതി ചേർത്തത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ശാരീരിക ബന്ധം ഉണ്ടായത് എന്നുള്ളത്. 2 പിഞ്ചു കുട്ടികളാണ്. അവരെ ഇത്ര വലിയ മുതിർന്ന കുറെ ആൾക്കാർ ലൈംഗിക അതിക്രമം നടത്തുന്നു. അത് ആ കുട്ടികളുടെ സമ്മതത്തോടെയാണ് എന്ന് ആ സർക്കാർ കടലാസിൽ എഴുതാൻ ഈ പോലീസുകാരൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ പ്രതികൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറം അന്വേഷിക്കാനോ തന്നെ ആരും തയ്യാറായതുമില്ല. പക്ഷെ ഇപ്പോൾ CBI ഈ കേസിൽ അവരെ പ്രതി ചേർത്തതോടുകൂടിയാണ് വാളയാറിലെ ചിത്രമാകെ മാറുന്നത്. ശരിക്കും എന്താണ് ആ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകുക? ആരാണ് ഇതിന് ഉത്തരവാദികൾ? ആ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ? അപർണ പങ്കുവെച്ച പോസ്റ്റിൽ അതിന്റെ സത്യാവസ്ഥ എന്താണ്?
പക്ഷെ അപർണയ്ക്ക് അന്ന് തന്നെ അതിനെക്കുറിച്ച് തുറന്നു പറയാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരികയാണ്. കാരണം കേരളം ഞെട്ടിയ ഒരു കേസായിരുന്നു വാളയാർ. ആ കുട്ടികൾക്കുണ്ടായതുപോലെ ഇനി ഒരു കുട്ടികൾക്കും ഉണ്ടാകരുത്. ആ കുട്ടികൾക്ക് നീതിയാണ് വേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.